ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഒരു ചിക്കൻ വരട്ടിയതാട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ 1/2 കിലോ ചിക്കനാട്ടോ. അപ്പോൾ അതിലോട്ട് ഒരു 1.5 സവാള അതേ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ നിറച്ചൊരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയും ലേശം മുളക് പൊടിയായിട്ട് ഇടണുള്ളൂ. ഒത്തിരി മുളക് പൊടി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ മുളക് പൊടിയും ഇപ്പോൾ അതേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതേ ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ശരിക്കും 1 മിനിറ്റ് സിമ്മിലിട്ട് ഇളക്കിയാലാട്ടോ അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുള്ളൂ. അപ്പോൾ അതേ സവോള വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സവോള ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അത് സിമ്മിലായിട്ട് ഇട്ടേക്കണ രണ്ടും ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതും ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സവോള ഇപ്പോൾ 1.5 സവാള ഞാൻ വഴറ്റാൻ വെച്ചേക്കണം. ഒരു സവാള, പച്ചമുളകും, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ വേറെ ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു കൊഴുപ്പ് കിട്ടാനും കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും കൂടെ കേട്ടോ. അപ്പോൾ അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവോള ഒന്ന് പകുതി വാടി കഴിയുമ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഈ റോസ്റ്റൊക്കെ ആകുമ്പോൾ ശരിക്കും നല്ലൊരു ബ്രൗൺ കളർ ആവണം. നന്നായിട്ട് വഴറ്റണം. എന്നാലും റോസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഒരു കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ മല്ലിപ്പൊടിയും ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് റെഡിയായി. ഇനി അതിലോട്ട് നമ്മുടെ ചൂടാക്കി വെച്ചേക്കണ മസാല അതിലോട്ട് ചേർത്ത് കൊടുക്കണം. ചട്ടി ഒന്ന് പതുക്കെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചേക്കണോണ്ട് കേട്ടോ. ഇനി ആ മസാലയും കൂടി ഇട്ടിട്ട് സവോളയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് യോജിക്കാൻ വേണ്ടി ഒരു മിനിറ്റും കൂടെ നന്നായിട്ട് സിമ്മിൽ വേണം ഇട്ടേക്കണം കേട്ടോ. ഇളക്കി കൊടുക്കണം. ഇനി ഇതേ ചിക്കൻ കഴുകി വെച്ചിട്ട് അത് അതിലേക്ക് ചേർക്കും കേട്ടോ. ഇനി നന്നായിട്ട് അത് വരട്ടിയെടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ ഉപ്പ് ചേർത്താലാണ് വെള്ളം ഇറങ്ങുള്ളൂ അതിൽ നിന്ന് കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഇറങ്ങില്ല, ഡ്രൈ ആയിട്ട് പോയി അടി പിടിക്കും. അപ്പോൾ ഉപ്പ് ഫസ്റ്റ് ചേർക്കണം. അറിയാൻ പാടില്ലാത്തവരുണ്ടാവും, എന്നാലും അപ്പോൾ അതിലോട്ട് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി എടുക്കുമ്പോൾ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇതേ മിക്സ് ചെയ്തു. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ. ശകലം വെള്ളവും കൂടെ ഒഴിക്കണം. വെള്ളം അതിൽ നിന്ന് ആവശ്യത്തിന് ഇറങ്ങി വരും കേട്ടോ. എന്നാലും ലേശം വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ചിട്ട് 1/4 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ചിട്ടുള്ളൂ. കാരണം ഇനി അത് മൂടി വെച്ച് ഉപ്പ് ചേർത്തുകൊണ്ട് ഇനി മൂടി വെച്ച് സിമ്മിലിടുമ്പോൾ ഏകദേശം വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കാതെ. കണ്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും വെള്ളം അതിൽ നിന്ന് വന്നു. ഇനി അതൊരു 2 മിനിറ്റും കൂടെ ഇനി മൂടി വെച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഒരു 3/4 വേവ് ആവും. എന്നിട്ട് അപ്പം തന്നെ അതിൻ്റെ വെള്ളം കുറച്ചും കൂടി വറ്റും. പിന്നെ നമുക്ക് തുറന്ന് തന്നെ വെച്ച് ഡ്രൈ ആക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അതേ മൂടി വെച്ചു കേട്ടോ. 2 മിനിറ്റും കൂടെ മൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റി. ഇനി അത് തുറന്ന് വെച്ച് കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. പിന്നെ ചിക്കൻ മസാലയും കൂടെ ആട്ടോ ഇതിലോട്ട് ലാസ്റ്റ് ചേർക്കണം. മുളക് പൊടിയും ചിക്കൻ മസാലയും പിന്നെ മറ്റേ കസ്തൂരി മേത്തിയുടെ ഉണങ്ങിയ അതും കൂടെ ചേർക്കും കേട്ടോ. അത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടി. അപ്പോൾ അതേ ചിക്കൻ മസാല കേട്ടോ. ലാസ്റ്റ് വാങ്ങാൻ നേരത്താണ് ചിക്കൻ മസാല ചേർക്കേണ്ടത്. എന്നാലാണ് അതിന് ടേസ്റ്റ്. വെളിച്ചെണ്ണയിലൊന്നും അല്ലാണ്ട് മൂപ്പിച്ച് ഒഴിച്ചാലൊന്നും ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിലേക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ട് ശരിക്കും ഡ്രൈ ആക്കി ഇടണം. പിന്നെ കസ്തൂരി മേത്തിയുടെ പൊടിയാട്ടോ, അത് ഉണങ്ങിയ പൊടി. എന്നിട്ടത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇങ്ങനെ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി നന്നായിട്ട് വരട്ടി. അപ്പോൾ നല്ല ഡ്രൈ ആയി നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ആട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ടൊരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഇട്ടാൽ ഫിനിഷായിട്ടോ. നല്ല സൂപ്പർ ചിക്കൻ വരട്ടിയത് റെഡി ആട്ടോ. ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടു. അപ്പോൾ നല്ല സൂപ്പർ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. താങ്ക്